കളി കഴിഞ്ഞിട്ട് കാണിച്ചു തരാടാന്ന്. ഞാൻ സൂപ്പർ ലീഗിന്റെ ഭാഗത്തുനിന്നായതുകൊണ്ട് എനിക്ക് ഓരോ മാച്ചിനും ഓരോ ജേഴ്സിയാണ് സുഹൃത്തുക്കളെ. എന്തായാലും നമുക്ക് കളി കാണാം. ഇവിടെ ഇത് വിട്ടുകൊണ്ട് നിൽക്കുന്ന അത്ര പന്തിയല്ല. 8 മണിക്കാണ് കളി. എന്നാൽ പോലും ഇപ്പൊ തന്നെ സ്റ്റാൻഡ്സ് മൊത്തം നിറഞ്ഞായി. ഒരു മലപ്പുറം എഫ് സിയുടെ ഒരു കടലിന് നടുക്ക് വന്ന് കാലിക്കറ്റ് എഫ് സി 2 ഗോളിന് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളി ഭയങ്കര ടൈറ്റ്. Okay, but I hope that's not going to affect the match today, right? No, I hope so too. സൂപ്പർ ലീഗ് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരുന്ന ജനറേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ലീഗായിട്ടാണ് ഇത് കാണുന്നത്. ലൈക്ക് ISL പോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഹലോ, സൂപ്പർ ലീഗ് കേരളയുടെ സൂപ്പർ ടോക്സ് ഇന്ന് എത്തി നിൽക്കുന്നത് മലപ്പുറം പയ്യനാട് ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് സുഹൃത്തുക്കളെ. എനിക്കറിഞ്ഞൂടാ, ആദ്യമായിട്ടാണ് സൂപ്പർ ടോക്സ് ഒരു മാച്ച് ഡേ ഒരു ടീമിനെ പരിചയപ്പെടാൻ പോകുന്നത്. അതെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാലിക്കറ്റ് FC ആണ്. എന്നാൽ എൻ്റെ പിറകിൽ കാണുന്ന ജനസാഗരം മൊത്തം മലപ്പുറം FC യുടെ ആൾക്കാരാണ്. നമ്മൾ ഈ സൂപ്പർ ടോക്സിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് മലപ്പുറം FC ആണ്. ഇന്ന് നമ്മൾ കാലിക്കറ്റ് FC യെ പരിചയപ്പെടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, മലപ്പുറത്തിൻ്റെ ഈ പയ്യനാട് സ്റ്റേഡിയത്തിൽ തീപ്പൊരി പാറുന്ന അന്തരീക്ഷം. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇലക്ട്രിഫയിങ് അറ്റ്മോസ്ഫിയർ നിന്നപ്പോൾ തന്നെ ഈ ജേഴ്സിയുടെ 2 പേരെ എനിക്ക് കാണാൻ പറ്റും സുഹൃത്തുക്കളെ. ഇവർ 2 പേരും ഇന്നിവിടെ പൊളിക്കാൻ പോവുകയാണ്. ഇത് ബ്രിട്ടോ ബ്രോ ട്രിവാൻഡ്രത്ത് നിന്നാണ്, സീനിയർ പ്ലെയറാണ്. ഇത് റിയാസ്, പാലക്കാട് പട്ടാമ്പി അണ്ടർ-23 പ്ലെയറാണ്. എങ്ങനെയുണ്ട് ബ്രോ നമ്മുടെ സൂപ്പർ ലീഗ് തുടങ്ങിയിട്ട്? സൂപ്പർ ലീഗ് നല്ല രീതിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വരുന്ന ജനറേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു ലീഗായിട്ടാണ് ഇത് കാണുന്നത്. ലൈക്ക് ISL പോലെ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് നെക്സ്റ്റ് ഇയർ ഒക്കെ ഇതിനെക്കൂടെ ഒരുപാട് നല്ല മെച്ചപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നല്ല പ്ലേയേഴ്സിനെ കേരളത്തിൽ നിന്നും ഇന്ത്യയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ലീഗായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. അതെ, നമ്മുടെ കോച്ച് എങ്ങനെയുണ്ട്? നിങ്ങളുടെ കോച്ച് നല്ല ഓസ്ട്രേലിയൻ കോച്ചാണ്, നല്ല കോച്ചാണ്, നല്ല ഫോറിൻ കോച്ചാണ്. കൂടെ ഉള്ള ഫോറിൻ പ്ലേയേഴ്സോ? ഫോറിൻ പ്ലേയേഴ്സ് എല്ലാം കൊള്ളാം, ഏകദേശം നല്ല പ്ലേയേഴ്സ്. നമ്മുടെ അണ്ടർ-23 കുട്ടികൾക്ക് ഇത് നല്ലൊരു മെയിൻലി ഇവർക്ക് വേണ്ടിയാണ് ഈ ടൂർണമെന്റ്. മെയിൻലി നമുക്ക് എന്ന് പറയുമ്പോൾ ഏജ് ഒരു സീനിയർ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവർക്ക് വേണ്ടിയാണ് മെയിൻലി ഈ ലീഗ്. ഇവർക്ക് അടുത്ത ഒരു സ്റ്റേജാണിത്. ഇതിൽ നിന്ന് മുന്നോട്ട് ISL-ലോട്ടും ഇന്ത്യൻ ടീമിലോട്ടും കയറാനുള്ള ഒരു നല്ലൊരു സ്റ്റേജാണിത് എന്നാണ് കരുതുന്നത്. അതെ, എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. എത്ര ഏജായി ഇപ്പോൾ? 22. അടിപൊളി ഏജാണ്. അപ്പോൾ ഇതുപോലൊരു എക്സ്പോഷർ ഇതിന് മുന്നേ കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണ്. നമ്മളെ പോലുള്ള യങ്സ്റ്റേഴ്സിന് കയറി വരാനുള്ള ഒരു മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് സൂപ്പർ ലീഗ് കേരള. അതെ, ഇന്ന് നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമായിരിക്കും, അവരുടെ ഫാൻസ് ആയിരിക്കും ഗ്രൗണ്ട് കൂടുതൽ. കാരണം മലപ്പുറത്തെ സ്റ്റേഡിയം ആണല്ലോ, അവരുടെ ഹോം ഗ്രൗണ്ടാണ്. അപ്പോൾ ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല, നമ്മുടെ കളി കളിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ 2 പേരും റെഡി ആവാനുള്ള സമയമായില്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ മാച്ച് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. കാലിക്കറ്റ് FC യുടെ കോച്ച് ഇയാനോടൊപ്പമാണ് സുഹൃത്തുക്കളെ ഞാൻ നിൽക്കുന്നത്. ഹലോ കോച്ച്, നൈസ് ടു മീറ്റ് യു. ഐ എം ഗുഡ്, ഹൗ ആർ യു? I'm very well, but I'm not really well. I've got a cold. Just we've got a little bit of fever. Okay, but I hope that's not going to affect the match today, right? No, I hope so too. It's me that's got the problem, not the players. So today you are going up against Malappuram FC and it's their home ground. So do you feel any pressure for today? Oh look, I think pressure is something that you put upon yourself. I think that the boys are quite capable of dealing with all that kind of thing. So I mean, they're professional players, so they should be able to cope with so-called pressure. Okay, is this your first time coaching for a Kerala team? This is the first time I've been in Kerala. This is it's quite exciting. It's a great football state. I mean, up to date, it's been fantastic in regards to the support, us turning out and supporting the local teams. And long may it continue. And it's
it's possibly the model to be put out within the country. How are you finding the football culture here in Kerala? The people's love towards football here in Oh, Kerala. they love the football. They're very passionate. They're enthusiastic, and it's excellent. And how are you finding the players here compared to back home in Well, Australia? Technically, the Indian players are technically quite good. They're agile. They're quite quick. They're dynamic. I mean, it's maybe just the size that they lack a little bit, but I mean, a lot of development, and they could be super players. And what suggestions would you give to the Super League or the people hosting all these things? In what way can we improve? Oh, look, I think the stadiums are quite good. I think the biggest thing I see as a problem is the grassroots and the development phase. I think you've got to get more stadiums, mini stadiums, synthetic pitches and everything, so the kids can actually develop their skill sets. That's where I see the problem at the moment. But I think We need more stadiums and more support in the grassroots level. correct. Yeah, you need some good surfaces. You need the synthetic. I think you call it synthetic courts. Synthetic courts, yes, Yeah, yes. so I think you need the synthetic courts so that the kids can actually upskill and get their technical ability to a higher level. We as a state is trying our best to upbring our football players, and this is all part of that. Yeah, look, I take my hat off to the franchise guys. I mean, the owners of the clubs, I think that they've put their money where their mouth is. I see some massive success stories in the development Yes, of this yes, in yes, season yes, one. yes, yes. So I think that I just congratulate all the owners for putting in as much money into this program as they have to date. And I think that it can only get better because Yes, it is a yes, fantastic model. So, is it a challenge to you, or was it a challenge to you to bring together a lot of players from all over the world and Kerala players also? Well, look, I mean, you've got the under-23 rule, Yes, which yes, I can yes. understand that one. It's hard to take under-23s out and put under-23s back in. I mean, we've accomplished that to date. I mean, we've got some reasonably good under-23s. I think that they'll maybe have to change a couple of the foreigner rules next season if they want to see it as a development league. So I would probably say that they would reduce the number of foreigners, maybe make it 2 that play. And then, Reduce the number of foreign players? I would reduce it if I was them. I would think that you'd like to enhance the local talent. Local talent more. Okay. But That's not up for us to That's not decide. for me to decide. Yes, I'm yes, just yes. thinking of if you got 4 and you had to play 2 or something like that, that would maybe be a way of doing it. Okay, coach. Anyway, thank you so much for having this talk with me, and all the best for your team. Thank you very much, and I just hope that some of my words of wisdom. Yes, it maybe- will. People will definitely listen to this, and I hope that in future we'll take into consideration all the things you said and keep on improving. That's it. Yeah. Okay. So all the best. Thank you. കോച്ചിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സുഹൃത്തുക്കളെ. അതെല്ലാം ഒരുപാട് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇവിടെ കളിയുടെ ആംബിയൻസ് ഓരോ നിമിഷം കൂടുന്തോറും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കണക്ക് ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. പുള്ളി ഓർമ്മയുണ്ട് ഫസ്റ്റ് മാച്ചിൽ മലപ്പുറത്തിന്റെ ജേഴ്സി ഊരിപ്പോരുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ബ്രോ ആയിരുന്നു. All the time the t-shirt until the end. Don't lose your t-shirt. Keep your t-shirt on you, okay? I'll be keeping the t-shirt. Okay. ബ്രോ കളി കഴിഞ്ഞിട്ട് കാണിച്ചു തരാടാന്ന്. ഞാൻ സൂപ്പർ ലീഗിന്റെ ഭാഗത്ത് നിന്നായതുകൊണ്ട് എനിക്ക് ഓരോ മാച്ചിനും ഓരോ ജേഴ്സിയാണ് സുഹൃത്തുക്കളെ. ഐ ഹോപ്പ് ദേ അണ്ടർസ്റ്റാൻഡ്. എന്തായാലും നമുക്ക് കളി കാണാം. ഇവിടെ ഇത് വിട്ടുകൊണ്ട് നിൽക്കുന്ന അത്ര പന്തിയല്ല.
8 മണിക്കാണ് കളി. എന്നാൽ പോലും ഇപ്പൊ തന്നെ സ്റ്റാൻഡ്സ് മൊത്തം നിറഞ്ഞ ഗൈസ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞാണെങ്കിൽ ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ. ഫാൻസ് മലപ്പുറത്തിനെയാണ് ബൈ ദ ബൈ, അവരുടെ ഹോം ഗ്രൗണ്ട് ആണ്. ഞാൻ നൈസാ പോയി സൂപ്പർ ലീഗിന്റെ ഒരു ജെഴ്സി അങ്ങ് എടുത്തിട്ടു. ഞാൻ നോക്കിക്ക എന്തോരം കടലളവോടെ ഇരിക്കണമെന്ന്. വൈബ് ഫീല്. അതാണ് പവർ ഗൈസ്, അതാണ് പവർ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേക്കും കാലിക്കട്ട് 1 ഗോളിന് ലീഡിങ് ആണ് ഗൈസ്. പറയാതിരിക്കാൻ വയ്യ, ഇത്രയും ഹോം സപ്പോർട്ട് മലപ്പുറത്തിന് കട്ടയ്ക്ക് ഉണ്ടായിട്ടും ആ 1 ഗോള് സംഭവിച്ചാലേ പറ്റുള്ളൂ. എന്തായാലും സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോവാണ്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും പറയാണ്ടിരിക്കാൻ വയ്യ ഇവിടുത്തെ ആംബിയൻസ്. ഇതാണ് ഫുട്ബോളിനോടുള്ള ശരിക്കുമുള്ള പ്രേമം. അതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഓ, ഗൂസ് ബംസ്. നമുക്ക് എന്തായാലും ബാക്കി എന്താവും നോക്കാം. ഒരു മലപ്പുറം എഫ് സിയുടെ ഒരു കടലിന് നടുക്ക് വന്ന് കാലിക്കറ്റ് എഫ് സി 2 ഗോളിന് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കളി ഭയങ്കര ടൈറ്റ്. ഒരു മൂലയ്ക്ക് കുറച്ച് കാലിക്കറ്റ് എഫ് സി ഫാൻസ് ഉണ്ട്. എന്തായാലും അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ടൈറ്റ് മാച്ച്. ബാക്കി മാച്ച് കാണാം. എനിക്ക് അത്രേ പറയുള്ളൂ. ഓ
എൻ്റെ മോനെ, ഇതിനൊക്കെയാണ് എറണമെന്ന് പറയുന്നത് ഗൈസ്. ജേഴ്സി ഇട്ട് ഞാൻ ഇവിടെ വന്നു. അവർ 3-0 കാലിക്കറ്റ് FC 3-0 ജയിച്ചിരിക്കുകയാണ് ഇന്നത്തെ മാച്ച്. അതും മലപ്പുറത്തിൻ്റെ ഹോം ഗ്രൗണ്ടിൽ. വാട്ട് ഈസ് ഹാപ്പനിങ്? എന്തായാലും അടാറ് മാച്ച്, അടാറ് ക്രൗഡ്, ഒന്നും പറയാനില്ല. കാരണം അമ്മാതിരി ലെവൽ ഫീലായിരുന്നു ഇവിടെ ഇരുന്ന് ഈ മാച്ച് കണ്ടപ്പോൾ. ഒന്നും പറയാനില്ല. കാലിക്കറ്റ് FC അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. കുഡോസ് ഗൈസ്, കുഡോസ്.